ഹലോ എവരി വൺ, ഇറ്റ്സ് മീ വീവർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഫോർഡ് സർവീസിന് പോയായിരുന്നു കൊല്ലം ഷോറൂമിൽ. അതിൻ്റെ ഞാൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് അവിടുന്ന് 2 കൂപ്പണും പിന്നെ ഒരു ബുക്ക് ലെറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് കാര്യം എന്നുള്ളത് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞ ഒരു ബുക്ക്ലെറ്റും 2 കൂപ്പണും കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിലെ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്, അതല്ലെങ്കിൽ AMC സ്കീമാണ്. അപ്പോൾ ഈ AMC എന്നാണ് ഈ ഒരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിൻ്റെ പേര് പറയുന്നത്. പിന്നെ 2 ബോണസ് കൂപ്പണാണ് കിട്ടിയിട്ടുള്ളത്. ഈ ബോണസ് കൂപ്പൺ എന്താണെന്ന് തന്നെ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. ഈ ബോണസ് കൂപ്പൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ വാഷ്, അതുകൊണ്ട് തന്നെ ജനറൽ ചെക്കപ്പ്, രണ്ടിനൂടെ 250 രൂപ ഉള്ളി എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കൂപ്പണിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കൂപ്പൺ എന്ന് പറയുന്നത് ഞാനിപ്പം 1-ാം മാസത്തിലാണ് സർവീസ് ചെയ്തത്. അതായത് 14/1/22 സർവീസ് ചെയ്തത്. അപ്പോൾ 2-ാം മാസം 14-ാം തീയതി വരെയാണ് ഈ ഫസ്റ്റ് കൂപ്പണിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതിന് മുമ്പ് നമുക്കൊരു ജനറൽ ചെക്കപ്പും അതുകൊണ്ട് തന്നെ ഫുൾ വാഷും ഈ ഒരു കൂപ്പൺ വെച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കൂപ്പൺ എന്ന് പറയുന്നത് ഈ പറയുന്ന തൊട്ട് 1-ാം മാസം തന്നെയാണ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, പക്ഷേ 3-ാം മാസം വരെയാണ് അതിൻ്റെ കാലാവധി. അതായത് ഈ AMC കാർഡ് എടുത്തതിന് ശേഷമുള്ള 2 മാസം നമുക്കൊരു ജനറൽ ചെക്കപ്പും ഫുൾ വാഷിങ്ങും ഫ്രീ ആയിട്ടോ, അതായത് 250 രൂപയ്ക്ക് രണ്ടും കൂടിയുണ്ട്. അതാണ് ഈ 2 കൂപ്പണിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് സ്കീം, അതല്ലെങ്കിൽ AMC എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്ലെറ്റാണ്. അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ് എനിക്ക് കൊല്ലം ഷോറൂമിൽ നിന്ന് മാത്രമാണ് അവൈലബിൾ ആയിട്ട് കിട്ടിയത്. ഞാൻ പത്തനംതിട്ട സർവീസ് ചെയ്തിട്ടുണ്ട്, കോട്ടയം സർവീസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്ക് ഈ ഒരു ഷോറൂമിൽ നിന്നും ഇത്തരം ബുക്കിനെ പറ്റിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ഫോർത്ത് സർവീസിനാണ് ഈ കൊല്ലം ഷോറൂമിൽ എത്തുന്നത്. ആ ഒരു സമയത്താണ് ഇവർ ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എന്നോട് പറയുന്നത്. അപ്പോൾ അന്നേരം തന്നെ നമ്മൾ ഈ ബുക്ക്ലെറ്റ് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് കേട്ട് ബുക്ക്ലെറ്റിനുള്ളിലേക്ക് പരിചയപ്പെടാം. സാധാരണ ഒരു സർവീസ് കോസ്റ്റ്, അതായത് ജനറൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 3600 രൂപ ടു മുകളിലോട്ടാണ് വരുന്നത്. അതായത് തേർഡ് സർവീസ്, ഫോർത്ത് സർവീസ് എന്നിവയുടെയൊക്കെ കോസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം, ഈ ഒരു എഞ്ചിൻ ഓയിൽ ചേഞ്ച്, പിന്നെ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുന്നത്, സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യുന്നത്, അതൊക്കെയാണ് ഈ ഒരു ജനറൽ സർവീസിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ ഒരു ബുക്ക്ലെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ ബുക്ക് എടുക്കുക, ഈ ഒരു ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 2600 രൂപ, അതായത് ഒരു 1000 രൂപയുടെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം വരുന്നത് ഈ ബുക്ക്ലെറ്റിൻ്റെ പ്രൈസ് എന്താണ്, ഇത് ഫ്രീ ആണോ എന്നൊക്കെയാണ്. ഇത് ഫ്രീ അല്ല, ഇത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതായത് പർച്ചേസ് ചെയ്യുമ്പം ഏകദേശം 2100-2200 ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ ഒരു സർവീസിൻ്റെ കൂടെ, അതായത് ഫോർത്ത് സർവീസിൻ്റെ കൂടെയാണ് ഞാൻ ഈ ഒരു ബുക്ക്ലെറ്റ് വാങ്ങിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് 1000 രൂപ അല്ലെങ്കിൽ 980-900 to 1000 രൂപ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ ഈ ഒരു ബുക്ക്ലെറ്റ് കിട്ടുന്നത്. നമ്മൾ സർവീസിനകത്ത് പാർട്സൊക്കെ മാറുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ വില ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആ ഒരു റേറ്റിലാണ് എനിക്ക് ഈ ഒരു ബുക്ക്ലെറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഫോർ സർവീസിൻ്റെ റെഗുലർ കൂട്ട് തന്നെ 3600 രൂപയോളം കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ പ്രൈസും കൂടി ചേർത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനി എനിക്ക് 2 സർവീസുകളാണ് ഈ ഒരു ബുക്ക്ലെറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ടോട്ടൽ 3 സർവീസാണ് ഈ ഒരു ബുക്ക്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 സർവീസ്. അതുകൊണ്ട് തന്നെ 10% വർക്ക്ഷോപ്പ് ചാർജസിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഒരു വർഷത്തേക്ക്. അതുകൊണ്ട് തന്നെ 5% ഡിസ്കൗണ്ട് വരുന്നുണ്ട് സ്പെയർ പാർട്സിൽ ഒരു വർഷത്തേക്ക്. നമ്മൾ ഏത് പാർട്സ് മാറിയാലും അതിന് 5% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 20% ഡിസ്കൗണ്ട് ടെഫ്ലോൺ കോട്ടിങ്ങിന് വരുന്നുണ്ട് ഒരു വർഷത്തിൽ. പിന്നെ നമ്മൾ ഈ ഒരു കൂപ്പണ് റിന്യൂ ചെയ്യുന്ന, അതല്ലെങ്കിൽ ഈ ഒരു ബുക്ക് റിന്യൂ ചെയ്യുക, ആനുവൽ റിന്യൂവലാണ് വരുന്നത്. ഒരു വർഷത്തേക്കാണ് ഈ ഒരു ബുക്കിൻ്റെ വാലിഡിറ്റി. റിന്യൂ ചെയ്യുമ്പോൾ ഫ്രീ ചെയിൻ ലൂബ്, ഫ്രീ ടെഫ്ലോൺ കോട്ടിങ്, 1 ഫ്രീ ബോഡി വാഷ്, ഈ 3 കാര്യങ്ങൾ ഒന്നിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഈ കൂപ്പണിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 20% ഡിസ്കൗണ്ട് ഉണ്ട് ടെഫ്ലോൺ കോട്ടിങ്ങിന്, 5% ഡിസ്കൗണ്ട് ഉണ്ട് സ്പെയർ പാർട്സിന്, 10% വർക്ക്ഷോപ്പ് ചാർജസ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഫ്രീ സർവീസ് 3 വരുന്നുണ്ട്. അപ്പം ഒരു 3600 രൂപ വരുന്ന സർവീസിന് 2600 അതായത് 1000 രൂപയുടെ കുറവെന്ന് പറയുന്നത് നല്ല വ്യത്യാസം തന്നെയാണ്. 2 സർവീസ് ആകുമ്പോൾ 2000 രൂപയുടെ കുറവൊക്കെ വരുന്നുണ്ട്. ഈ 1000 രൂപ നമുക്ക് എങ്ങനെ പോയാലും ഒരു ലാഭമായിട്ട് വരും. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആണ് ഈ 5% ഡിസ്കൗണ്ടും പിന്നെ 20% ടെഫ്ലോൺ കോട്ടിങ് ഡിസ്കൗണ്ടും പിന്നെ ഫ്രീ ചെയിൻ ലൂബ്, ടെഫ്ലോൺ കോട്ടിങ്, ബോഡി വാഷ്, അവസാനം ഈ റിന്യൂവൽ ടൈം വരുന്നത്. ഇതെല്ലാം എന്തുകൊണ്ട് ഈ ഒരു ബുക്ക്ലെറ്റ് നമുക്ക് ആവശ്യമായിട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ബെനിഫിറ്റ്സ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലിമിറ്റേഷൻസ് ഇതിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ സ്കീം ആക്സിഡൻറ്റ് പറ്റുന്ന വെഹിക്കിൾസിന് അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആക്സിഡൻറ്റ് കേസസിൽ ഈ സ്കീം പറ്റത്തില്ല. രണ്ടാമത്തത് ഓയിലിൻ്റെയും പിന്നെ അതുകൂട്ട് തന്നെ സ്പെയർ പാർട്സിൻ്റെയൊക്കെ കോസ്റ്റ് നമ്മൾ എടുക്കണം. അതിനൊരു 5% ഡിസ്കൗണ്ട് വരുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഫ്രീ ആയിട്ട് ആ ഒരു കോസ്റ്റ് ഒന്നും വരത്തില്ല. പിന്നെ ടാക്സസ്, എല്ലാ ടാക്സും ഇതിനകത്ത് ഇൻക്ലൂഡ്, അതായത് ഗവൺമെൻറ് പറയുന്ന ടാക്സ് എല്ലാം നമ്മൾ അതായത് കസ്റ്റമേഴ്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് KTM കൊല്ലം ഷോറൂമിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. കൊല്ലം പിന്നെ അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിൽ അവൈലബിൾ ആണ്, കാരണം കരുനാഗപ്പള്ളി ഷോറൂം കൊല്ലം ഷോറൂമിൻ്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട്. പിന്നെ ഇത് ഇയർലി ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ റിന്യൂവൽ ചെയ്യണം, അങ്ങനെ ഒരു സ്കീമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിലെ ഫെസിലിറ്റീസ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഏത് വണ്ടിക്ക് വേണ്ടിയാണോ ചെയ്തിട്ടുള്ളത് ആ ഒരു വണ്ടിക്ക് മാത്രമേ ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സർവീസ് ചെയ്തത് ഒന്നാം മാസം 14-ാം തീയതി. ഇത് 6-ാം മാസം വരെയാണ് അടുത്ത സർവീസ്, ഫസ്റ്റ് സർവീസ് ചെയ്യാനുള്ള ആ ഒരു കൂപ്പണിൻ്റെ വാലിഡിറ്റി നിൽക്കുന്നത്. പിന്നെ അതിനുശേഷമുള്ള ഒരു 6 മാസം കൂടെ, അതായത് ഒരു വർഷത്തിൽ 2 സർവീസ് എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ ബെനിഫിറ്റ്സ് വളരെ ചെറുതാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുമെങ്കിൽ പോലും വളരെ ചെറുതൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 1000 രൂപ എന്നുള്ളൊരു കുറവ് മാത്രമല്ല, ടെഫ്ലോൺ കോട്ടിങ്ങും അതുകൊണ്ട് തന്നെ ചെയിൻ ലൂബും ഒക്കെ ഫ്രീ ആയിട്ട് വരുമ്പം ഈ ചെയിൻ ലൂബിനൊക്കെ ഏകദേശം 200 രൂപ 200 രൂപയൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസ് വരുമ്പോഴും അങ്ങനെയൊക്കെ ഈ ഫുൾ ബോഡി വാഷിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു റേറ്റ് അതിനകത്ത് കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് റേറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇത് നമുക്ക് എന്തുകൊണ്ടും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കൊല്ലം ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുവരെ ഈ ബുക്ക് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു നല്ല കാര്യമായിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ കൊല്ലം ഷോറൂമിന് അടുത്തുള്ള ലൊക്കാലിറ്റി, അതായത് പത്തനംതിട്ട ജില്ലയായാലും ഇപ്പോൾ ആലപ്പുഴ ജില്ലയാണെങ്കിലും പോലും കൊല്ലം ഷോറൂമിലേക്ക് എത്താൻ അടുത്താണെന്ന് എനിക്ക് ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട് കൊല്ലം ഷോറൂം വരെ. എങ്കിൽ പോലും ഞാൻ കൊല്ലത്ത് പോയാണ് സർവീസ് ചെയ്യുന്നത്. കാരണം സർവീസിന് എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഷോറൂമിനെ പറ്റി അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോറൂമിലെ ആരെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽ, അതായത് സർവീസിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വിളിച്ച് സംസാരിച്ചാൽ മതി. നമുക്ക് കാര്യമായിട്ടുള്ള ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അതിനകത്ത് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്ന് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഫോർത്ത് സർവീസിൻ്റെ എന്തൊക്കെ കോസ്റ്റായി, എന്തൊക്കെയാണ് സർവീസ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ, പിന്നെ അതുകൂട്ട് ഇതിൻ്റെ പാർട്സ് മാറിയപ്പോൾ എന്തൊക്കെ കോസ്റ്റായി ഇതുവരെ ഉള്ളത് എന്നീ കാര്യങ്ങളും ചേർത്ത് അടുത്തായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീ യു ഓൾ ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൾ.